നമസ്കാരം. നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ സ്ഥിരം കേട്ടുവരുന്ന ഒരു ചോദ്യമാണ് ഞാൻ ബി പിയുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് സ്ഥിരം ആക്കണം എന്നുള്ളത്. പലപ്പോഴും നമ്മളൊരു പനിക്കോ ഒരു ചുമക്കോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരവിടെ ബി പി ചെക്ക് ചെയ്യുമ്പോൾ ആയിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ ബി പി ഒരല്പം കൂടുതലാണെന്ന്. നമ്മൾ സാധാരണ ബി പിയുടെ മരുന്ന് തുടങ്ങുന്നത് എന്തിനെന്ന് വെച്ചാൽ എൻഡ് ഓർഗൻ ഡാമേജസ് പ്രിവെൻറ്റ് ചെയ്യാനാണ്. എന്താണ് എൻഡ് ഓർഗൻ ഡാമേജസ് എന്ന് വെച്ചാൽ ബി പി കൂടുന്നത് കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ വരുന്ന സ്ട്രോക്ക്, നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന ഹാർട്ട് അറ്റാക്ക്, കിഡ്നിക്ക് ഉള്ള റീനൽ ഫെയിലിയർ, പിന്നെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനൽ ഹെമറേജ്, അതുപോലെ നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ള പരിക്കുകൾ, ഇവയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ബി പിയുടെ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു ന്യൂലി ഡയഗ്നോസ്ഡ് ഹൈപ്പർ ടെൻഷൻ നമ്മൾ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ രക്തസമ്മർദ്ദം ഉണ്ടായതെന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഫാക്ടേഴ്സിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൽ മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സാണ് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ പാരമ്പര്യം, നമ്മുടെ സെക്സ്, നമ്മുടെ ഏജ്, പിന്നെ നമ്മൾക്കുള്ള ഓരോ അസുഖങ്ങൾ. പക്ഷെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതിനോട് ചേർന്ന് വരുന്ന ഒബേസിറ്റി, ഈ ഹൈ സാൾട്ടഡ് ഫുഡ്, ജങ്ക് ഫുഡ് ഈറ്റിംഗ്, പിന്നെ ആൽക്കഹോൾ, മദ്യപാനം, പുകവലി, പിന്നെ സർട്ടൻ മെഡിക്കേഷൻസ്. ഇവയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഒരു മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ രക്തസമ്മർദ്ദം കൂടിയിരിക്കുന്നതെന്ന് അറിയുന്നത് തീർത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2 or 3 months ഒരു ട്രയൽ ഓഫ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ബി പി വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അതൊരു സപ്പോസ് ഒരു സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ എത്തുവാണെങ്കിൽ നമുക്കൊരു ട്രയൽ ഓഫ് ഒരു ബി പി മെഡിക്കേഷൻ, ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ബി പി മെഡിക്കേഷൻ വിത്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുവാണെങ്കിൽ 2 months കഴിഞ്ഞിട്ട് 3 months കഴിഞ്ഞിട്ട് നമ്മുടെ ബി പി കൺട്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് മെല്ലെ ഈ ബി പി മെഡിക്കേഷൻ ടേപ്പർ ചെയ്യുന്നതിനൊപ്പം ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ അഡ്വൈസ് ചെയ്യാവുന്നതാണ്. ഒരു ന്യൂലി ഡയഗ്നോസ്ഡ് ഹൈപ്പർ ടെൻഷൻ നമ്മൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു 3 months ഒരു ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ഒരു 3 months ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഫോളോ അപ്പിന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ബി പി കൺട്രോൾ നേടാൻ പറ്റിയെങ്കിൽ ഈ ന്യൂ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് അഡ്വൈസ് ചെയ്യാം. ഇനി സപ്പോസ് നമുക്ക് ഫോളോ അപ്പിൻ്റെ സമയത്ത് സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷനിലാവുകയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് കോഴ്സ് ഓഫ് ബി പി മെഡിക്കേഷൻ വിത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അഡ്വൈസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഫോളോ അപ്പ് ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ബി പി കൺട്രോൾ ആവുകയാണെങ്കിൽ പതിയെ നമുക്ക് ഈ ബി പി മെഡിക്കേഷൻ നമുക്ക് ടേപ്പർ ചെയ്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിനൊപ്പം ഒരു 2, 3 or 6 month ഇൻ്റർവെല്ലിൽ ബി പി ചെക്കപ്പ് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് ഉചിതമായിരിക്കില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ബി പി കൂടിയിരിക്കാനുള്ള കാരണം, അതനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്, മെഡിക്കേഷൻ തുടരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, പെട്ടെന്നൊരു ദിവസം എൻ്റെ ബി പി നോർമലായി എന്ന് പറഞ്ഞ് ബി പി മെഡിക്കേഷൻ നിർത്തുകയാൽ റീബൗണ്ട് ഹൈപ്പർ ടെൻഷൻ എന്ന ഒരു പ്രതിഭാസം ഉണ്ടാവുകയും ബി പി പിന്നെയും പഴയതുപോലെ കൂടാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പ്രധാനമാണ് ഒരു 3 അല്ലെങ്കിൽ 6 മാസം ഇൻ്റർവെല്ലിൽ തിരിച്ച് ഫോളോ അപ്പ് എടുക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ കഴിക്കുന്ന മരുന്നിന് എഫക്റ്റീവ്നെസ് ഉണ്ടോ എന്നും കഴിക്കുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ട് മരുന്നിൻ്റെ ഡോസിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ ക്ലാസ് ഓഫ് മെഡിക്കേഷൻ മാറ്റുകയോ ചെയ്യുന്നതിനൊക്കെ ഈ ഫോളോ അപ്പ് തീർച്ചയായും ഉപകാരപ്പെടും. ഈ ഹൈപ്പർ ടെൻഷൻ ദിനത്തിൽ ഒരു ഹെൽത്ത് സ്ക്രീനിങ് എന്ന നിലയിൽ നമ്മുടെ ബി പി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുവാനോ ശ്രദ്ധിക്കുക. താങ്ക് യു.